നമ്മളിൽ പലർക്കുമുണ്ടാവും ഒരു ശീലം, ഒരു പാട്ടിൽ സ്റ്റക്കായി പോവുക. അതേ പാട്ട് വീണ്ടും വീണ്ടും, ചിലപ്പോൾ 100 തവണയെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് കേട്ട് മടുക്കുന്നതുവരെ നമ്മളത് ആസ്വദിക്കും. നിങ്ങൾക്കും ഇങ്ങനെയൊരു ശീലമുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം? നമുക്കൊന്ന് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അതേ ട്രാക്ക്, അതേ ബീറ്റ്, അതേ വരികൾ, മണിക്കൂറുകളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം നമ്മളത് കേട്ടുകൊണ്ടിരിക്കും. ശരിക്കും എന്തായിരിക്കും ഇതിന് പിന്നിലുള്ള കാരണം? അല്ല, നിന്റെ കയ്യിൽ വേറെ പാട്ടൊന്നുമില്ലേടാ എന്ന് ഫ്രണ്ട്സ് ചോദിച്ച് കളിയാക്കിയിട്ടുണ്ടോ? അവർക്കിതൊരു ഒരുമാതിരി വിചിത്രമായ ശീലമായിട്ട് തോന്നുന്നുണ്ടാവാം. പക്ഷേ സൈക്കോളജി പറയുന്നത് എന്താണെന്നറിയുമോ? ഇതൊരു സാധാരണ കാര്യം മാത്രമല്ല, സത്യത്തിൽ നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്ന വളരെ സ്മാർട്ടായിട്ടുള്ളൊരു കാര്യമാണെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു കുഴപ്പമേ അല്ല. സത്യത്തിൽ നമ്മുടെ തലച്ചോറ് സ്വയം ഒന്ന് കൂളാകാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു കിടിലൻ ടെക്നിക്കാണ് ഈ സംഭവം. അതെ, ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇതൊരു ഭ്രാന്തോ വട്ടോ ഒന്നുമല്ല. നമ്മുടെ ബ്രെയിനിന് ചില കാര്യങ്ങൾ നേടിയെടുക്കണം. അതിന് ഏറ്റവും എളുപ്പമുള്ളൊരു വഴി അത് കണ്ടെത്തുന്നു, അത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല, നിങ്ങളുടെ ഈ ശീലത്തിനും ഒരു കുഴപ്പവുമില്ല. ശരി, അപ്പോൾ ഇതിന് പിന്നിലെ ആദ്യത്തെ കാരണം എന്താണെന്ന് നോക്കാം. സംഭവം സിമ്പിളാണ്. നമുക്ക് നന്നായി അറിയാവുന്ന പരിചിതമായ കാര്യങ്ങൾ നമുക്കൊരു പ്രത്യേകതരം ആശ്വാസം തരും. ഈ ഒരു കോൺസെപ്റ്റിന് സൈക്കോളജിയിൽ പറയുന്ന പേരാണ് പ്രിഡിക്റ്റബിലിറ്റി കംഫേർട്ട്. അതായത് അടുത്തത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി അറിയുന്നത് നമ്മുടെ തലച്ചോറിന് ഒരു സുരക്ഷിതത്വവും ആശ്വാസവും കൊടുക്കും. ഒന്നാലോചിച്ചു നോക്കിക്കേ, നമ്മുടെ ഈ ലോകത്ത് ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങളല്ലേ നടക്കുന്നത്. അതിനെയൊക്കെ മനസ്സിലാക്കാനും പ്രോസസ്സ് ചെയ്യാനും ബ്രെയിനിന് നല്ല എനർജി വേണം. പക്ഷേ നിങ്ങൾക്ക് 100 തവണ കേട്ടു പരിചയമുള്ളൊരു പാട്ട് വെക്കുമ്പോഴോ, അടുത്ത വരി ഏതാണ്, അടുത്ത ബീറ്റ് എപ്പോഴാണ് വരുന്നതെന്നൊന്നും തലച്ചോറിന് കഷ്ടപ്പെട്ട് ആലോചിക്കേണ്ട കാര്യമേയില്ല. ഈ ഒരു ഉറപ്പില്ലേ, അതാണ് തലച്ചോറിന് ആ ഒരു സേഫ്റ്റി ഫീലിംഗ് കൊടുക്കുന്നത്. ഈ ഒരു വ്യത്യാസം നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു പുതിയ പാട്ട് കേൾക്കുന്നത് നമ്മൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു വഴിയിലൂടെ വണ്ടി ഓടിക്കുന്നത് പോലെയാണ്. എങ്ങോട്ടായി പോകുന്നത്, എവിടെ എത്തും എന്നൊന്നും ഒരു പിടിയുമുണ്ടാവില്ല. നല്ല എനർജി വേണം ശ്രദ്ധിക്കാൻ. എന്നാൽ നമുക്ക് നന്നായി അറിയാവുന്ന പാട്ടോ, അത് നമ്മുടെ സ്വന്തം വീട്ടിലേക്കുള്ള വഴിയാണ്. ഓരോ വളവും തിരിവും നമുക്ക് കാണാപാഠമാണ്. ഒരു ടെൻഷനുമില്ല, വളരെ കുറച്ച് എനർജി മതി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരേ പാട്ട് കേൾക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ശാന്തമാക്കും. നമ്മുടെ ചുറ്റുമുള്ള ലോകം മുഴുവൻ കൈവിട്ടു പോകുവാണെന്ന് തോന്നുമ്പോഴും ഓക്കെ, ഈ പാട്ടെങ്കിലും എന്റെ കൺട്രോളിലാണല്ലോ എന്നൊരു ഫീലിംഗ് കിട്ടും. ഇത് ശരിക്കും നമ്മുടെ തലച്ചോറിന്റെ വർക്ക് ലോഡ് കുറച്ച് അതിനൊരു ബ്രേക്ക് കൊടുക്കുന്നത് പോലെയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാരണം ആശ്വാസം അല്ലെങ്കിൽ കംഫർട്ടാണ് നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ കാരണം, ഇത് കുറച്ചുകൂടി ഡീപ്പാണ്, നമ്മുടെ ഇമോഷൻസുമായി നേരിട്ട് ബന്ധമുള്ളൊരു കാര്യമാണ്. ചില സമയങ്ങളിൽ നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് പറയാൻ വാക്കുകൾ കിട്ടാതെ വരാറില്ലേ? ഒരുപാട് സന്തോഷം വരുമ്പോഴോ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വിഷമം വരുമ്പോഴൊക്കെ. അങ്ങനെയുള്ള സമയങ്ങളിൽ സംഗീതം നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനുള്ള ഒരു ചാനലായിട്ട് മാറും. സൈക്കോളജിയിൽ ഇതിനൊരു പേരുണ്ട്, ഓഡിറ്ററി ഇമോഷണൽ റെഗുലേഷൻ. അതായത് ശബ്ദം ഉപയോഗിച്ച് നമ്മുടെ വികാരങ്ങളെ മാനേജ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആ ഒരു സമയത്തെ മൂഡിന് കറക്റ്റായി ചേരുന്ന ഒരു പാട്ട് കിട്ടിയാൽ അത് വീണ്ടും വീണ്ടും കേൾക്കുന്നത് ഉള്ളിലിങ്ങനെ കെട്ടിക്കിടക്കുന്ന ഫീലിംഗ്സിനെ ഒന്ന് പുറത്തേക്ക് ഒഴുക്കിവിടാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ വെറുതെ പാട്ട് കേൾക്കുകയല്ല ചെയ്യുന്നത്, നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ അതിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണ്. ആരോടും ഒരു വാക്കുപോലും സംസാരിക്കാതെ, ഒന്നും വിശദീകരിക്കാതെ തന്നെ നമ്മുടെ ഉള്ളിലെ ആ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കാൻ പറ്റിയ ഒരു സൂപ്പർ വഴിയാണിത്. ശരി, ഇനി അവസാനത്തെ പക്ഷേ ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണത്തിലേക്ക് വരാം. ഒരേ പാട്ട് കേൾക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ഏകാഗ്രതയെ, അതായത് ഫോക്കസിനെ കൂട്ടാൻ സഹായിക്കുന്നത് എന്ന് നോക്കാം. പ്രത്യേകിച്ച് ഒരുപാട് ആലോചിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നല്ലേ? ഒരു പാട്ട് നമ്മൾ ഒരുപാട് തവണ കേട്ട് ശീലിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് പിന്നെ അതിനൊരു പ്രത്യേക കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. അത് പതുക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെയാകും. ഇതുകൊണ്ടുള്ള ഗുണമെന്താന്ന് വെച്ചാൽ, പുറത്തുനിന്നുള്ള വണ്ടി പോകുന്ന ശബ്ദം, ആളുകളുടെ സംസാരം, അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസിനെ ഇത് ബ്ലോക്ക് ചെയ്യും. അതേസമയം തന്നെ പാട്ടിലെ നമുക്കിഷ്ടപ്പെട്ട ഭാഗങ്ങളൊക്കെ വരുമ്പോൾ തലച്ചോറിൽ ഡോപ്പമൈൻ എന്നൊരു ഫീൽ ഗുഡ് കെമിക്കൽ റിലീസാകും. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ആഴത്തിലുള്ള ഒരു ഫോക്കസ് കിട്ടുന്നത്. അതായത് ഒരേ സമയം 2 ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന്, പുറത്തുള്ള ശല്യപ്പെടുത്തുന്ന ശബ്ദങ്ങളെയൊക്കെ ആ പാട്ട് ഒരു ഫിൽട്ടർ പോലെ തടഞ്ഞു നിർത്തും. 2, നമ്മുടെ തലച്ചോറിന് സന്തോഷവും സമാധാനവും തരുന്ന ഡോപ്പമൈൻ കണ്ടിന്യൂസായി കിട്ടിക്കൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞാൽ പഠിക്കാനും ജോലി ചെയ്യാനുമൊക്കെ ഇതിലും നല്ലൊരു സാഹചര്യം വേറെ കിട്ടാനില്ല. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്കെന്ത് മനസ്സിലായി? നിങ്ങൾ ഒരേ പാട്ട് വീണ്ടും വീണ്ടും കേൾക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്കൊരു കുഴപ്പമുള്ളതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറ് വളരെ സ്മാർട്ടായിട്ട് അതിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു എന്നാണ്. അതുകൊണ്ട്
നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിങ്ങൾക്ക് വട്ടല്ല, നിങ്ങളുടെ തലച്ചോറ് വളരെ ബുദ്ധിപരമായി ആ ഒരു നിമിഷം അതിന് ഏറ്റവും ആവശ്യമുള്ളതെന്താണോ, അത് ആശ്വാസമാകാം, സമാധാനമാകാം, അല്ലെങ്കിൽ ഏകാഗ്രതയാകാം, അത് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു സർവൈവൽ മെക്കാനിസമാണ്. അതുകൊണ്ട് ഇനി അടുത്ത തവണ ഒരേ പാട്ട് ലൂപ്പിലിട്ട് കേൾക്കുമ്പോൾ ഒരു തരി പോലും കുറ്റബോധം തോന്നരുത്. ഓർക്കുക, നിങ്ങളുടെ മനസ്സ് സ്വയം ഹീല് ചെയ്യാനും അതിന് വേണ്ട ഫോക്കസ് കണ്ടെത്താനും ശ്രമിക്കുകയാണ്. അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. ഇപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഇത്ര നിസ്സാരമെന്ന് കരുതുന്ന ഒരു ശീലത്തിന് പിന്നിൽ പോലും ഇത്രയും വലിയൊരു സൈക്കോളജി ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സ് ഇനി എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവാ, അല്ലേ?